നബിയെ, ഞാൻ നിന്നോട് ദൂതായിട്ട് പറയുക, സുവിശേഷകനാകാൻ നീയും സമർപ്പിച്ചതാ നിന്റെ അമ്മയെ സമർപ്പിച്ച. നിന്റെ അമ്മയ്ക്ക് ഈ സുവിശേഷകനാകുന്നത് കാണണമെന്ന് കൊതി തീരെ കണ്ണുമായി. ഇടിവള കേട്ടിട്ടുണ്ട്? എത്ര നാളായി ഇടിവള ഇട്ടിട്ട്? എടാ മോനെ, നീ യേശുവിന്റെ ആളാവേണ്ട ആളായിരുന്നു, പക്ഷെ നീ യേശുവിന്ന് പുറകോട്ട് പോയി. ഇന്ന് നീ ലോകത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. നിനക്ക് പെന്തിക്കോസ് വെറുപ്പാണ്. നീ ബൈബിൾ കോളേജ് പഠിച്ചോ? പഠിച്ചോ. സുവിശേഷകനാകാൻ നീയും സമർപ്പിച്ചതാ നിന്റെ അമ്മയെ സമർപ്പിച്ച. നിന്റെ അമ്മയ്ക്ക് ഈ സുവിശേഷകനാകുന്നത് കാണണമെന്ന കൊതി തീരെ കണ്ണുമായിട്ട്. പക്ഷെ നീ ലോകത്തിലോട്ട് പോയി. നീ വേല ചെയ്തോ? ചെയ്തു. എത്ര നാൾ ദൈവവേല ചെയ്തു? നിങ്ങൾ കേട്ടോ? ഒരു നല്ല സുന്ദരൻ ചെറുക്കൻ, നബിയെ, ഞാൻ നിന്നോട് ദൂതായിട്ട് പറയുക, നീ സുവിശേഷകനാവും. നീ തിരിച്ചു വരുവടാ. ഇന്ന് രാവിലെ യോഗത്തിൽ യേശു നിന്നെ കൊണ്ടിരുത്തിയേക്കുന്നേ. നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോ എന്നോട് എല്ലാരും പറഞ്ഞ ഞാൻ തിരിച്ചു പോരുമെന്ന്. തിരിച്ചു വന്നില്ല. 22 വർഷമായി പുസ്തകം എടുത്തിട്ട് ഇതുവരെ തിരിച്ചു താത്തു വെച്ചില്ല. ഇനി മരിക്കുന്നന്നും അതെ, ഇത് താത്തു വെക്കത്തുമില്ല. ഇതെന്റെ പിള്ളാടെ കൈ കൊടുത്തിട്ട് അങ്ങ് അക്കരെ നാട്ടിൽ പറന്ന് കയറണമെന്ന എന്റെ മനസ്സിലെ ആഗ്രഹം. എല്ലാ ദൈവമക്കളും കൂടെ എബിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇന്ന് രാവിലെ എബിയുടെ മനസ്സിനെ കർത്താവ് തൊടേണ്ടതിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവന് വേണ്ടി ഒന്ന് ആദരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അടപ്രവന ഘടക സന്തരാധമന ഘടകസിയ ഇവന്റെ മകൻ മനസ്സിനെയും രാവിലെ എന്റെ ദൈവം ചികിത്സിക്കേണ്ടതിന്, അവന്റെ മനസ്സ് മാറേണ്ടതിന്, അവൻ താത്തുവെച്ച പുസ്തകം തിരിച്ചെടുക്കേണ്ടതിന് എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആദരവൊന്ന് തുറന്ന നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ അടമന ഘടക സന്തുരി ദിവാനവദസിയ ഹർമമന ഘടക ശൈഡപ്രഭാര. നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർ, വയസ്സ് 36, ബൈബിൾ കോളേജിൽ പഠിച്ച മാസ്റ്ററാണ്.
ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവനോട് ചെവി പറഞ്ഞിട്ടുണ്ട്, അതിനോട് പറയുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഇപ്പൊ ബോധ്യം, അവൻ തിരിച്ചു വരും. മോനെ, നീ സുവിശേഷകനാണ്, നിന്റെ അമ്മ അത് കാണും. ഏത് ചർച്ചിലാണ് പോകുന്നത്? ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഈ സ്ഥലത്താണ്, തിരുവല്ലായിൽ. ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിലോട്ട് യേശു വന്ന് കയറും. ഇവൻ എത്രയും പിന്മാറ്റത്തിലോട്ട് പോയോ അത്രയും അവൻ തിരിച്ചു വരും. ഇവൻ യേശുവിന്റെ ആളായിട്ട് മാറും, യേശുവിന്റെ സാക്ഷിയായിട്ട് മാറും. ഇന്ന് രാവിലത്തെ ആരാധനയുടെ നടുവിൽ ഇവന്റെ പിന്മാറ്റത്തെ ദൈവം ചികിത്സിക്കാൻ തുടങ്ങുക. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് മനുഷ്യ ഇവനെ ഒന്ന് പിടിച്ചോ. ഇവന്റെ മേലെ ശക്തി വ്യാപരിക്കുന്ന ഞാൻ കാണുക. ഇവൻ മദ്യത്തിന് വേണ്ടി പോകുകയല്ല, ലഹരിയുടെ പിന്നാലെ പോകുകയല്ല, യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ പോവാ. സ്നേഹിതരെ, ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. ഇവൻ ബൈബിൾ കോളേജിൽ പോയപ്പോ എന്നെ ആരും കൈത്താങ്ങിയില്ല, സത്യമായിട്ട് താങ്ങിയില്ല. എനിക്കും ആരും കൂടെ നിന്നില്ല. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ആരും എനിക്ക് പൈസ തന്നിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്. ഒറ്റ ഉടുപ്പും കൊണ്ട് മാസങ്ങൾ പോയിട്ടുണ്ട്. കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ യേശുവിന്ന് പാൻ തോന്നിയില്ല. അതിന്റെ കാര്യം യേശുവിന്റെ സ്നേഹ, വേറെ ഒന്നുമല്ല. യേശുവിന്റെ സ്നേഹ, നിന്റെ കർത്താവിന്റെ സ്നേഹം നമ്മൾ തമ്മിൽ ആയുസിൽ ആദ്യമായിട്ട് കാണുക. സത്യല്ലേ? ആയുസിൽ ആദ്യമായിട്ട് കാണുക. നീ ആരാ എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിന്നെ ഞാൻ മുമ്പേ വന്ന് നോക്കിയപ്പോ ദൈവം എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാ, യേശുവിന്റെ പുസ്തകം എടുത്തയാളാ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ പെറ്റ തള്ളയുടെ കണ്ണുനീര് ദൈവത്തിന് അടുത്തുണ്ട്. കണ്ണുനീര് ഒഴുക്കിയാൽ മാറാത്ത ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് ആദരം തുറന്ന് കരങ്ങളെ അടിച്ച് അന്യഭാഷ പറഞ്ഞ് എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്ത് അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഉടപ്രബല ഘടക സംദുരാധന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകൻ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അവൻ മാറട്ടെ. ഇവൻ അത്ഭുതമായി മാറട്ടെ. ഇവൻ അത്ഭുതമായി മാറട്ടെ. ഇവൻ എല്ലാരും ഒന്ന് കൈ ഇവന് നേരെ നീട്ടിപ്പിടിച്ച്, സ്നേഹിതരെ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് രാവിലെ അവൻ തിരിച്ചു വരാൻ തുടങ്ങുന്ന രാവിലെയാ. ഇന്ന് രാവിലെ അവൻ തിരിച്ചു വരുന്ന രാവിലെ. എനിക്ക് വേറെ ഒന്നുമായിട്ട് ഇവനെ കാണണ്ട. ഇവനെ ഒരു സുവിശേഷകനായിട്ട് കാണണം. ഇവനെ യേശുവിന്റെ പൈതലായിട്ട് കാണണം. യേശുവിന്റെ വേല ചെയ്യുന്നവനായിട്ട് കാണണം. നല്ല മിടുക്കനായ യൗവനക്കാരൻ, നല്ല സുന്ദരനായ യൗവനക്കാരൻ. അവന്റെ ജീവിതം മൊത്തം പിശാച് കൊണ്ടുപോയി. ഇന്ന് രാവിലെ നമ്മളത് തിരിച്ചു പിടിക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് പിതാവേ, ഞങ്ങളുടെ മകനെ ഇന്ന് രാവിലെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മടങ്ങിപ്പോയിടത്തവൻ തിരിച്ചു വരട്ടെ. താതിനെ ഞങ്ങൾക്ക് ഇവനെ ഇങ്ങനെ കാണണ്ട. ഇവനെ സുവിശേഷകനായി കണ്ടാ മതി. ഇവനെ യേശുവിന്റെ പൈതലായി കണ്ടാ മതി. നിനക്ക് പല ആവർത്തികൾ നിന്റെ മനസ്സിൽ മരിക്കണമെന്ന ചിന്തയുണ്ടായിരുന്നു. ആരുമില്ല എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ട്. നീ യേശുവിന്റെ ആളായിട്ട് മാറും. നഷ്ടപ്പെട്ട ജീവിതം നിനക്ക് തിരിച്ചു തരും. നിന്റെ വിവാഹം നടക്കും. നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പെണ്ണിനെ ദൈവം തരും. നീ കുടുംബമായി ജീവിക്കോ. നിന്റെ അമ്മ അത് കാണാ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. മോനെ എഴുന്നേറ്റ് വേണം. ഇനിയും മദ്യപിക്കല്ല, ഒരു ലഹരി ഉപയോഗിക്കുന്നു. എന്റെ വകയായിട്ട് കൈവിട്ടത് യേശുവിന്റെ പൈതലായിട്ട് ജീവിക്കണം. അമ്മേ, ഇവൻ സുവിശേഷകനാവുന്നേ കാണും. ഇവന് യേശുവിന്റെ പുസ്തകം എടുക്കും. യേശുവിന്റെ രാജ്യത്തിന് ഇവിടെ നിൽക്കും. ആ നിലകളിൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവം ആദരിക്കും.
ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്, പുതുതായിട്ട് വന്ന, കഴിഞ്ഞ ചൊവ്വാഴ്ച കിട്ടിയ ബ്രദറെ ഒന്ന് എഴുന്നേറ്റ്. ഇവിടെ ഓൾഡേജ് ഹോമിൽ ഇരിക്കുന്നു, 36 വയസ്സുണ്ട്, 8 മൂടാൻ സ്വത്തുള്ള വീട്ടിലെയാണ്. ഇവിടെ പത്തണ്ടക്കാരനാണ്, ആണും പെണ്ണുമായിട്ട് ഒറ്റ മോനെ ഉള്ളൂ. അപ്പനും അമ്മയും ഗൾഫിൽ നിന്ന് വന്നപ്പോ വീട്ടിൽ കയറ്റിയില്ല, കൈമുറിച്ചു ആത്മഹത്യ ചെയ്യാൻ. എൻ്റെ അടുത്ത് വരുമ്പോ കയ്യിലൊരു വലിയ കെട്ടുമൊക്കെ ഉണ്ട്. ആത്മഹത്യ ചെയ്യാൻ കൈമുറിച്ച, വയസ്സ് 36. എൻ്റെ അടുത്ത് വരുമ്പോ കൈയൊക്കെ ഇങ്ങനെ ആലില്ല പോലെ വിറയ്ക്കും. അതുകൊണ്ട് ഇപ്പൊ കണ്ടോ മിടുക്കനായിട്ട് നിൽക്കുന്നേ. ഞാൻ ഏറ്റെടുത്തേക്ക് ആളുടെ നീ ഒരു കല്യാണം കഴിപ്പിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞേക്കുവാ. ഇനി ലഹരി ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞേക്കുവാ. താമസിക്കുന്ന ഞങ്ങളുടെ കൂടെ താമസിക്കുക. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി വന്നപ്പോ ഇവിടെ ഇരുന്ന ചർച്ചിനകത്തുണ്ട്, ഇതൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ടെൻഡൻസി ഉണ്ടോ കുടിക്കാൻ? ഇല്ല പാസ്റ്ററേ. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും കൂടെ ഈ യേശുവിനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ, ഈ രക്ഷ ഒന്ന് കണ്ടുമുട്ടിയാ കൊള്ളായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു രാവിലെ അകത്ത് കയറി എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ പുസ്തകം കൊണ്ട് വന്നപ്പോ നാട്ടുകാരെല്ലാം ചോദിച്ചു പ്രാർത്ഥനയ്ക്ക് പോവാൻ. എല്ലാ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെ സകല ലഹരി. 8 മാസം മുമ്പ് ആരാധനയ്ക്ക് വന്നു, അന്ന് മുതൽ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഇപ്പൊ നടക്കുന്ന കഞ്ചാവിന്റെ പൊതി കൊണ്ടല്ല, ബൈബിളും കൊണ്ട് നടക്കുക, യേശുവിന്റെ നാമത്തെ ഉയർത്തുക. ഇവിടെ നിങ്ങളെല്ലാരും ഇരുന്ന് ആരാധിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ തുള്ളിച്ചാടി ആരാധിക്കുന്നത്. അതിന്റെ കാര്യം എന്നാന്നറിയോ? വിടുവിച്ച യേശുവിന്റെ ശക്തിയാ. പാടാൻ പറ്റുന്നവർ ചേർന്ന് ആത്മാവിൽ പാടാൻ പറ്റുന്നവർ അൻപോടു സ്നേഹിപ്പാ. എന്താണ് എന്നിൽ കണ്ടത്? പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാ. ഓ എന്താണ് എന്നിൽ കണ്ടത്? ഓ ചേറ്റിൽ കീടങ്ങളാമേ ആ പൊൻകാരം വീട്ടിൽ പിടിച്ചു.
യോഗ്യത എന്നിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ഒന്ന് പാടി. ആരാധന